പ്രകാശമേ മിഴി തുറക്കുക വേഗം. ശോശിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപോഷനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങൾ ഇരിക്കും. സ്നേഹമുള്ളവരെ, സാഹചര്യം ഇതാണ്. യേശു ശിഷ്യത്വത്തെ സംബന്ധിച്ച് നൽകുന്ന ഒരു പാഠമാണിത്. യേശുവിൻ്റെ അടുത്ത് ധനികനായ യുവാവ് വന്നു. വാസ്തവത്തിൽ ഇന്നത്തെ വായന 19-ാമത്തെ അധ്യായം 23-30 ഒതുക്കാതെ ഈ 19-ാം അധ്യായം 16 മുതൽ 30 എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ധനികനായ ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറയും, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം എന്നെ അനുഗമിക്കുക. അവന് കൊടുക്കാൻ അവൻ ധനികനായിരുന്നുകൊണ്ട് വിറ്റ് കൊടുക്കാൻ സന്നദ്ധമായില്ല, അവൻ വിഷാദിച്ചു പോയി. ഈ സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ രാജകുമാരന്മാരായിരിക്കും. എന്താണ് സിംഹാസനം ഇരിക്കുക? 12 സിംഹാസനം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കും. ദൈവം രാജാവാണ്, ദൈവത്തിൻ്റെ മക്കൾ രാജകുമാരന്മാരാണ്. എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ആ ഒരു വലിയ കൃപയായിരിക്കും തരിക. അതൊരു സാമ്പത്തികമായ നേട്ടമല്ല, ഭൗതികമായ എന്തെങ്കിലും സ്ഥാനമാനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യത്തിൽ നിങ്ങൾ ദൈവമക്കളായിരിക്കും, രാജകുമാരന്മാരും രാജകുമാരികളുമായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ പ്രമാണമനുസരിച്ച് ജീവിക്കുക, സ്വത്ത് സമ്പാദിക്കാനോ ഭൗതികമായ നേട്ടങ്ങളോ ശ്രദ്ധയിൽപ്പെടുത്താതെ, അതിനുവേണ്ടി ശ്രദ്ധിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതോടൊപ്പം പറയുന്നുണ്ട്, പീഡനങ്ങളും ഉണ്ടാകും. രാജകുമാരന്മാരാകും, ശരിയാണ്. അതേസമയം ദൈവമക്കൾ എന്ന രീതിയിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഭയപ്പെടേണ്ട, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നിത്യം നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൽ വലിയ സ്ഥാനമുള്ള ദൈവമക്കളായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ, പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. അതിനുള്ള കൃപ തന്നെ പ്രദാനം ചെയ്യണം. നിൻ വഴിയേ നടക്ക